തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീണ 4 പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി. 3 പേരുടെ നില ഗുരുതരമാണ്. കുട്ടികളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? ഇവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ആശുപത്രി നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ, ഇപ്പോൾ 3 കുട്ടികളുടെ നില ഗുരുതരമാണ്. അതിൽ തന്നെ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ 3 കുട്ടികളും മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ, പീച്ചി ഡാമിൽ സ്വദേശിയായ ഒരു കുട്ടിയുടെ വീട്ടിൽ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു. അതിനിടയിൽ ഈ കുട്ടികൾ കുളിക്കാൻ വേണ്ടിയാണ് ഈ ഡാമിന് പരിസരത്തേക്ക് പോകുന്നത്. അതിനിടെ ഇതിന്റെ കൈവരി സമീപത്ത് നിന്നും കാൽ വഴുതിയാണ് ഈ കുട്ടികൾ ഡാമിലേക്ക് വീഴുന്നത്. അങ്ങനെ ഇനിയിപ്പോ ഒരു കുട്ടി വീണ് ബാക്കിയുള്ളവർ രക്ഷിക്കാൻ ഇറങ്ങിയതാണോ എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും 4 കുട്ടികൾക്കും നീന്തൽ അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി കൂടിയത്. അലീന, ആൻഗ്രിസ്, എറിൻ, നിമ എന്നീ കുട്ടികളാണ്. എന്നീ 4 കുട്ടികൾ, 16 വയസ്സുള്ള കുട്ടികളാണ് ഡാമിൽ വീണത്. എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ, ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. ഒരു കുട്ടിയുടെ നില അപ്പോൾ തന്നെ ഏറെക്കുറെ ഭേദമായിരുന്നു. എന്നാൽ മറ്റു 3 കുട്ടികളും അപ്പോൾ തന്നെ അബോധാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ നില ഗുരുതരമായി തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി സുഹൃത്തിന്റെ വീട്ടിലെത്തിയ കുട്ടികളാണ് കുളിക്കാൻ ഇറങ്ങിയതിനിടെ ഈ കാൽ വഴുതി ഡാമിലേക്ക് വീണത്. ഈ ഒരു മേഖല സ്ഥിരമായി അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ്. കൃത്യമായി ആഴം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു മേഖലയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സമാനമായ സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് പ്രദേശവാസികൾ നമ്മോട് പ്രതികരിക്കുന്നതും. കൃത്യമായി പൊതുവെ കാണുമ്പോൾ ആഴം കുറഞ്ഞ ഒരു മേഖല എന്ന് തോന്നിപ്പിക്കുമെങ്കിലും അങ്ങനെയല്ല. അതിന്റെ നല്ല ആഴത്തിലുള്ള സ്ഥലമാണ്, അപകട മേഖലയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും 2 കുട്ടികളുടെ ആരോഗ്യനിലയിൽ ചെറിയ പുരോഗതിയുണ്ട്. എന്നാൽ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ 4 കുട്ടികളും 16 വയസ്സുള്ള 4 കുട്ടികളാണ്. ഇവർ കുളിക്കാൻ ഇറങ്ങുന്നതിനിടെ കാൽ വഴുതി വീണു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തായാലും പുറത്തു വരേണ്ടതുണ്ട്. ആര്യ, എന്തായാലും അതീവ ഗുരുതരമായ അല്ലെങ്കിൽ അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് 3:30 കൂടിയായിരുന്നു ഈ കുട്ടികൾ ഡാമിൽ വീഴുന്നത്. എന്നാൽ 4 മണിയോട് കൂടി തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് ഏറെ ആശ്വാസകരമായി തുടരുന്നു. ഈ കുട്ടികൾക്കെല്ലാം CPR നൽകി ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അറിയുന്ന വിവരം. ആര്യ, ഷംന, ഇതിപ്പോൾ സ്ഥിരമായ അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് എന്ന് നാട്ടുകാർ പറയുമ്പോൾ ഈ അപകട സൂചന മുന്നറിയിപ്പ് ബോർഡുകളൊന്നും അവിടെ സ്ഥാപിച്ചിരുന്നില്ലേ? അവിടെ സന്ദർശകർക്കോ അല്ലെങ്കിൽ ആ റിസർവോയറിലേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു വിലക്കോ ഒന്നും നിലനിന്നിരുന്നില്ലേ? അത്തരത്തിലുള്ള സൂചനാ ബോർഡുകളോ ഒന്നും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സ്ഥലത്ത്? ആര്യ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ ഒരു അപകട സാധ്യത മേഖല എന്ന ബോർഡുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കൈവരികൾ ഉണ്ടായിരുന്നു. ഈ കൈവരി തട്ടിയാണ് വഴുതി വീണത്, കുട്ടികൾ വഴുതി വീണത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷെ ഇത് സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്ത് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുന്നത് കണ്ടാൽ അത്ര ആഴം തോന്നിക്കാത്ത അല്ലെങ്കിൽ വളരെ ആഴം കുറഞ്ഞ ഒരു മേഖല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുട്ടികൾ ആ മേഖലയിൽ ഇറങ്ങിയത്. പ്രത്യേകിച്ച് ഒരു കുട്ടിക്ക് മാത്രമാണ് ആ പ്രദേശത്തെ കുറച്ചെങ്കിലും അറിയാവുന്നത്. മറ്റു 3 കുട്ടികളും ഈ സുഹൃത്തിന്റെ വീട്ടിൽ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി എത്തിയവരാണ്. ഈ മേഖലയുമായി, ഈ പ്രദേശവുമായി ഒരു പരിചയവും ഇല്ലാത്ത കുട്ടികളാണ്. പ്രത്യേകിച്ച് ഈ 4 കുട്ടികൾക്കും നീന്തൽ അറിയില്ല എന്നതുകൂടിയാണ് ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി കൂട്ടിയത്. പക്ഷെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നത് ആണ് ഏറെ ആശ്വാസകരം. എന്തായാലും ഈ 3 കുട്ടികളെയാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്, അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അതിൽ 2 കുട്ടികളുടെ നിലയിൽ പുരോഗതി ഉണ്ട്. എന്നാൽ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഔദ്യോഗികമായി റിപ്പോർട്ടുകൾ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ നീന്തൽ അറിയില്ല എന്നത് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. ഒപ്പം തന്നെ ഇത് അപകടത്തിന്റെ ഒരു മേഖല, ഈ ആഴം മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത് ഈ വലിയൊരു പ്രശ്നമായി എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരമാര്യ. ഷംന, ഈ 4 കുട്ടികളും തനിച്ചാണ് അവിടേക്ക് എത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. മുതിർന്നവരൊന്നും ഒപ്പം ഉണ്ടായിരുന്നില്ല. ഈ നാട്ടുകാരാണോ ഇവരെ രക്ഷപ്പെടുത്തി യഥാസമയം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്?
അതെ അതെ, ഈ 4 കുട്ടികളും കുളിക്കാൻ വേണ്ടി ഈ 3:30 കൂടി ഈ ഡാമിലെത്തുകയായിരുന്നു. എന്നാൽ മുതിർന്നവരാരും ഈ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല. 16 വയസ്സുള്ള 4 കുട്ടികളാണ്, സുഹൃത്തുക്കളാണ് ഈ ഡാമിലെത്തിയത്. കാൽവഴുതി വീണതോടുകൂടി നാട്ടുകാർ, ആ സമീപത്തുണ്ടായിരുന്ന, ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏകദേശം 3:30 കൂടി കുട്ടികൾ ഡാമിൽ വീണ്. എന്നാൽ 4 മണിയോട് കൂടി തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. ഈ നാട്ടുകാർ എത്രയും പെട്ടെന്ന് എത്തിച്ചു. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ 3 കുട്ടികളെ അബോധാവസ്ഥയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 2 കുട്ടികളുടെ നിലയിൽ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെയുള്ള ഒരു ഭാഗത്ത് വീണതുകൊണ്ടാകാം ഒരുപക്ഷെ യഥാസമയം നാട്ടുകാർക്ക് ഇവരുടെ നിലവിളി കേട്ട് അവിടേക്ക് ഓടിയെത്താൻ സാധിച്ചതും എത്രയും പെട്ടെന്ന് ഈ കുട്ടികളെ 4 പേരെയും രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞതും അല്ലെ? അത് വലിയ ആശ്വാസമായി. തീർച്ചയായും ആര്യ, അതായത് ഈ സുഹൃത്തിന്റെ വീട്ടിലാണ് തിരുനാൾ ആഘോഷത്തിന് വന്നതാണ് ഇവർ. ഈ സുഹൃത്തിന്റെ വീടിനോട് ചേർന്ന മേഖല തന്നെയായിരുന്നു അപകടം നടന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സമാന സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായ ഒരു മേഖലയാണ്. എന്നിട്ടും എന്തുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് സംബന്ധിച്ച് നമുക്ക് ഇനിയും വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കാരണം കൃത്യമായ ഒരു അപകട സാധ്യത മേഖല എന്ന സൂചനാ ബോർഡുകളോ മറ്റോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ അധികൃതർ ഇനി ഉത്തരം പറയേണ്ടതുണ്ട്. എന്തായാലും 4 കുട്ടികളാണ് ഇതില് ഡാമിൽ വീണത്. കുളിക്കാൻ ഇറങ്ങുന്നതിനിടെ ഈ ഡാമിൽ വീണത്. എന്തായാലും ഇപ്പോൾ 3 പേരാണ് ഗുരുതരാവസ്ഥയിലായിരുന്നത്. അതിൽ ഒരു കുട്ടിയാണ് ഇപ്പോൾ, ഒരു കുട്ടിയുടെ നിലയിൽ മാത്രമാണ് ആശങ്കയുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 3 കുട്ടികളും ഇപ്പോൾ വെന്റിലേറ്ററിലാണ് തുടരുന്നത് അല്ലേ? തീർച്ചയായും ആര്യ, തീർച്ചയായും 3 കുട്ടികളും വെന്റിലേറ്ററിലാണ് തുടരുന്നത്. എന്നാൽ 2 പേരുടെ നിലയിൽ പുരോഗതിയുണ്ട്. കാരണം ഈ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് 3 പേരും അബോധാവസ്ഥയിലായിരുന്നു. ആദ്യം ഒരു കുട്ടിയെ മാത്രമാണ് ഇവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. ആ കുട്ടിയുടെ നിലയിൽ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നാലെ മറ്റു 3 കുട്ടികളെയും രക്ഷിച്ചു. അപ്പോൾ തന്നെ ഈ 3 കുട്ടികളുടെയും നില അബോധാവസ്ഥയിലായിരുന്നു, അത്രയും ഗുരുതരമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ 2 കുട്ടികളുടെ നിലയിൽ പുരോഗതി ഉണ്ട്. വെന്റിലേറ്ററിലാണെങ്കിൽ കൂടി നേരത്തേക്കാൾ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു കുട്ടിക്ക് നല്ല ഗുരുതര അവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 16 വയസ്സുള്ള നിമ, അലീന, ആൻഗ്രിസ്, എറിൻ എന്ന 4 കുട്ടികളാണ്, സുഹൃത്തുക്കളാണ് ഈ ഡാമിൽ വീണത്. ഈ തിരുനാൾ ആഘോഷത്തിന്, അത്തരമൊരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുഹൃത്തിന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കാരണം സ്ഥിരം സമാനമായ അപകടം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഒരു മേഖലയിൽ അപകട സൂചന ബോർഡുകളോ മറ്റോ സ്ഥാപിച്ചില്ല, അല്ലെങ്കിൽ ഒരു ഉറപ്പുള്ള കൈവരിയോ അങ്ങനെ മറ്റൊന്നും സ്ഥാപിച്ചില്ല എന്നത് സംബന്ധിച്ചൊക്കെ നമുക്ക് അധികൃതരിൽ നിന്നും വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആര്യ, തീർച്ചയായും ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും 4 പെൺകുട്ടികളാണ് തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ 3:30 വീണത്, അപകടം സംഭവിച്ചത്. കൃത്യസമയത്ത് നാട്ടുകാർ അവിടേക്ക് എത്തി കുട്ടികളെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ പോലും അവരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 3 കുട്ടികൾ വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പെൺകുട്ടികളാണ്. പീച്ചിയിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അതിനിടയിൽ വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് പോയത്. 4 പേരിലെ ഒരാൾ കുറച്ച് ബെറ്ററായിട്ടുണ്ട്. NIV എന്ന് പറയും. വെന്റിലേറ്ററാണ് 4 പേരും. അതിലൊരാൾ കുറച്ച് ബെറ്ററാണ്. 3 പേര് ഗുരുതരാവസ്ഥയിലാണ്. എന്നാലും വന്നതിനേക്കാളും ബെറ്ററായിട്ടുണ്ട്. 4 കുട്ടികളും വെന്റിലേറ്ററിലാണ്. അതിൽ 3 കുട്ടികളുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അതിൽ ഒരു കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്ക ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. മറ്റ് വാർത്തകൾ